ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. عباد الله ഊസിക്കും വഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹാദരനീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധനങ്ങൾ അനുസരിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞത് ഫിത്നകൾ വ്യാപിക്കും, കൊലപാതകങ്ങൾ വ്യാപിക്കും. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു മനുഷ്യൻ, മുഅ്മിനായ ഒരു മനുഷ്യൻ പുലർച്ചെ മുഅ്മിനായിരിക്കും, പക്ഷെ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി മാറുന്ന അവസ്ഥ. വൈകുന്നേരത്തിൽ മുഅ്മിനായിരുന്നവൻ പുലർച്ചെയാകുമ്പോഴേക്ക് കാഫിറാകുന്ന അവസ്ഥ. ഇങ്ങനെ നിഷേധത്തിലേക്ക് ആളുകൾ വീണുകൊണ്ടിരിക്കുന്ന വലിയ ദുരവസ്ഥ ഈ ലോകത്തുണ്ടാകും എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് ഫിത്നകൾ വ്യാപകമാണ്. പ്രത്യേകിച്ച് നിരീശ്വരവാദത്തിന്റെയും നിർമ്മതവാദത്തിന്റെയും എല്ലാം ഫിത്നകൾ മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളായിരുന്നവർ പോലും ഇന്ന് അത്തരം വ്യാജ വർത്തന, അത്തരം നിർമ്മതവാദങ്ങൾക്ക് പിന്നാലെ പോയി ഇന്ന് മുസ്ലിം സമൂഹത്തെ പിഴപ്പിക്കാൻ വേണ്ടിയുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സഹോദരന്മാരെ, നാം എല്ലാവരും നമ്മുടെ ദീനിനെ സംരക്ഷിക്കണമെന്നുള്ളത് നമ്മുടെ അടിസ്ഥാന ആശയമായി, നമ്മുടെ അടിസ്ഥാന ആവശ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 3 നേരം ഭക്ഷണം കിട്ടുന്നതിനേക്കാൾ പ്രാധാന്യമായി നമ്മുടെ സമ്പത്തിന്റെ വിഷയത്തിൽ നാം അധ്വാനിക്കുന്ന ആ കഠിനാധ്വാനത്തിനേക്കാളും പ്രാധാന്യമായി നമ്മൾ കാണേണ്ടത് നമ്മുടെ ദീനിന്റെ സംരക്ഷണത്തിനാണ്. കാരണം വെള്ളിയാഴ്ചയിൽ നിരന്തരം നമ്മൾ കേൾക്കാറുള്ള ഒരായത്താണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്.
അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത്തിൽ ലാ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ ഇടയാകരുത് എന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ട്, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ആഖിബത്തായിരിക്കണം നന്നാകേണ്ടത്. നമ്മുടെ മരണസമയത്ത് നമ്മുടെ വിശ്വാസമെന്ത്, നമ്മുടെ ആചാരമെന്ത്, നമ്മുടെ മനസ്സെന്താണ് എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ദീനനുസരിച്ചുകൊണ്ട് മരണം നമ്മുടെ തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ, നമ്മുടെ റൂഹ് നമ്മിൽ നിന്ന് പിരിയുന്നത് വരെ ആ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത്, അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നത്, ദീനിൽ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഹപര വിജയത്തിനുള്ള കാര്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് വിജയം നേടാൻ സാധിക്കുന്നത്. ഇത് പ്രവാചകന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്, മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് ഹൂദിന്റെ 112-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീറ. അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെ കാണുന്നു എന്ന് കൃത്യമായി എടുത്തു പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ഫസ്തഖിം, നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങൾ ഉറച്ചു നിൽക്കുക, കമാ ഉമിർത, എങ്ങനെയാണോ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത് ആ രൂപത്തിൽ നിങ്ങൾ അടിയുറച്ച് സ്ഥിരതയോടുകൂടി നിൽക്കണം. ആരോടാ പറഞ്ഞത്? കമാ ഉമിർത എന്ന് പറയുമ്പോൾ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. തീർന്നില്ല, വമൻ താബ മഅക, വമൻ താബ മഅക, നിങ്ങളോട് കൂടെ തൗബ ചെയ്തു മടങ്ങിയവരും അവരും എന്ത് ചെയ്യണം? ഇസ്തിഖാമത്തോടുകൂടി ദീനിൽ അടിയുറച്ച് നിൽക്കണം. നിങ്ങൾ അതിരുകര കവിയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്. പ്രവാചകനോട് ഉണർത്തി, മുഅ്മിനീങ്ങളായ ആളുകളോട് ഉണർത്തി. അതുകൊണ്ട് ദീനിൽ അടിയുറച്ചു നിൽക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, മുൻകാമികൾ ഭയപ്പെട്ടതും അവർ പ്രാർത്ഥിച്ചിരുന്നതുമായ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, റബ്ബന, നമ്മുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, നേരായ ഹിദായത്തിന്റെ മാർഗം കിട്ടിയതിനു ശേഷം നമ്മുടെ ഹിദായത്തിനെ നീ എടുത്തു മാറ്റിക്കളയരുതേ റബ്ബേ, ഹിദായത്തിൽ നിന്ന് നീ ഞങ്ങളെ തെറ്റിച്ചു കളയരുതേ റബ്ബേ എന്ന് മുൻഗാമികൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്തിഖാമത്ത് നമുക്കുണ്ടായേ മതിയാവുകയുള്ളൂ. മരണം വരെ തൊണ്ടക്കുഴിയിൽ നമ്മുടെ റൂഹ് ഇങ്ങനെ വന്ന് അതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്തു കൊണ്ടുപോകുന്ന സാഹചര്യത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിത്തറയാകണം നമ്മുടെ വിശ്വാസം. അതായിരിക്കണം നമ്മുടെ കലിമത്തു തൗഹീദ്, നമ്മുടെ അവസാനത്തെ വാചകവും അത് തന്നെ ആയി കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഇസ്തിഖാമത്തിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രവാചകന്മാരുടെയും പണ്ഡിതന്മാരുടെയും എല്ലാം ചില വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബത്തും ആ വിഷയത്തിൽ വിശദീകരണങ്ങൾ നൽകിയത് കാണാൻ സാധിക്കും. അതിലൊന്ന് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അൽ ഇസ്തിഖാമത്തു കിനായത്തുൻ അനിൽ തമസ്സുകി ബിൽ അംരില്ലാഹ് തആല ഫിഅലൻ വതർകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊന്നാണോ കൽപ്പിച്ചത് ആ കൽപ്പന ഒരുപക്ഷെ ചെയ്യാനായിരിക്കാം, ആ കൽപ്പന ഒരുപക്ഷെ ഉപേക്ഷിക്കാനായിരിക്കാം. ഉപേക്ഷിക്കാനായത് ആയാലും ശരി, അതല്ല ചെയ്യാൻ കൽപ്പിച്ചതാണെങ്കിലും ശരി, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ രൂപത്തിൽ ജീവിക്കുക എന്നതാണ് ഇസ്തിഖാമത്ത് എന്നത് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു. മഹാനായ സ്വഹാബി അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാ തുശ്രിക് ബില്ലാഹി ശൈഅ യുരീദുൽ ഇസ്തിഖാമത അലാ മഹദ്ദ് തൗഹീദ്. അദ്ദേഹം പറയാണ്, നിങ്ങൾ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്തിഖാമത്ത് എന്നത് തൗഹീദിലുള്ള ഇസ്തിഖാമത്താണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം, അവനോട് മാത്രം നേർച്ച വഴിപാടുകൾ നടത്തണം. നമ്മുടെ ആവലാദികൾ വേവലാദികൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ രക്ഷിതാവായ അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. ഇത് ഈ തൗഹീദിന് ഘടകവിരുദ്ധമായി പ്രാർത്ഥിക്കുന്നത് അല്ലാഹു അല്ലാത്ത ആളുകൾ
ആളുകളോട് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് അഭൗതികമായ മാർഗത്തിൽ, അത് ജിന്നിനോടോ മലക്കിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരോടോ കബറാളികളോടോ ചോദിക്കുന്നതും അത് ശിർക്കാണ്, പാടില്ലാത്തതാണ്, ചെയ്യരുതേ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അൽ ഇസ്തിഖാമത്തു അൻ തസ്തഖീമ അലൽ അംരി വന്നഹി വലാ തസ്ഉ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, അത് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അതല്ലാതെ കുറുക്കന്മാരെ പോലെ നിങ്ങൾ ആകരുത് എന്നാണ്. കുറുക്കന്മാരെന്താ ചെയ്യല്? കുറുക്കന്മാർ പറ്റിച്ചാണ് ജീവിക്കുന്നത്, വഞ്ചിച്ച് ജീവിക്കുന്നവരാണ് കുറുക്കന്മാർ. അതുകൊണ്ട് കുറുക്കന്മാരെ പോലെ ദുൽവജ്ഹി, രണ്ട് മുഖങ്ങളായിക്കൊണ്ട് നിങ്ങൾ ജീവിക്കരുത്. നിഫാഖ് ഉള്ളിൽ ഉണ്ടാകരുത്. നിങ്ങളുടെ വിശ്വാസം അത് ഉള്ളിലും പുറത്തും ഒന്നായിരിക്കണം എന്ന അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചിരുന്നു, ഇസ്തഖീമു അഖ്ലസു അൽ അമൽ ലില്ലാഹ്. നിങ്ങൾ ഇസ്തിഖാമത്തോടുകൂടി നിൽക്കണം. അതോടൊപ്പം നിങ്ങളുടെ നിയ്യത്തിൽ ഇഖ്ലാസ് ഉണ്ടാകണം. ആ ഇഖ്ലാസോടുകൂടി നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഇബാദത്തുകൾ ചെയ്യണം എന്നിങ്ങനെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ സഹാബത്തും നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ നമ്മൾ പണിയെടുക്കേണ്ടത് നമ്മുടെ നിയ്യത്തിന്റെ വിഷയത്തിലാണ്, നമ്മുടെ വിശ്വാസ രംഗത്താണ്. അതല്ലാതെ ഒരു ദിവസത്തിന്റെ ജീവിത മാർഗത്തിനു വേണ്ടി അധ്വാനിക്കുന്നതിനേക്കാൾ എത്രയോ അധ്വാനിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഈ ഇഖ്ലാസ് എന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ ഇസ്തിഖാമത്ത് എന്ന വിഷയത്തിൽ. എത്രയെത്ര നിഷേധങ്ങൾ നാം അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്നു, നാം അറിയാതെ നമ്മൾ വിശ്വസിച്ചു പോകുന്നു, നാം അറിയാതെ നമ്മൾ ചെയ്തു പോകുന്നു. ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങോട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ്തിഖാമത്തുള്ള ആളുകളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുന്ന, ദൃഢവിശ്വാസത്തോടുകൂടിയും അതിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഓഫർ പറഞ്ഞ ഒരു ആയത്തുണ്ട് സൂറത്തുൽ ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്ത്. അത് നിങ്ങളൊന്നെടുത്ത് വീട്ടിൽ പോയതിനു ശേഷം ഒന്ന് പരിശോധിക്കണം. അതിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കണം. ഈ അമാനി മൗലവിയുടെ തഫ്സീർ ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാൻ നമ്മൾ പണിയെടുക്കണം. ഒരല്പസമയം അതിനുവേണ്ടി മാറ്റിവെക്കണം. എന്താണ് ഇവിടെ പറയുന്നത്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് 5 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ നമുക്ക് ഉണർത്തി നൽകുന്നത്. ഒന്നാമത്തത് എന്തെന്നറിയോ? അത് തൗഹീദാണ്. ഇസ്തഖീമു അലാ അന്ന അല്ലാഹ റബ്ബഹും വഹ്ദഹ. അല്ലാഹു ഏകനാണ് എന്ന വിഷയത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, അതിൽ നിങ്ങൾ സംശയിക്കരുത് എന്ന് ഒന്നാമതായി പറഞ്ഞു. രണ്ടാമത്തത് അതുപോലെ തന്നെ ഇസ്തിഖാമത്ത് ഉണ്ടാകണം അലാ തആഅതിഹി വ അദാഇ ഫറായിദിഹി. പണ്ഡിതന്മാർ പറയാണ്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കാനുള്ള ഒരു ഇസ്തിഖാമത്ത് ഉണ്ടാകണം. അള്ളാഹു കൽപ്പിച്ച നിർബന്ധ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകണം. നമുക്ക് തോന്നുമ്പോഴല്ല നിർവഹിക്കേണ്ടത്. അള്ളാഹു പഠിപ്പിച്ച സമയത്ത്, പഠിപ്പിച്ച രൂപത്തിൽ, പഠിപ്പിച്ച എണ്ണത്തിൽ, വണ്ണത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തത് പറഞ്ഞത് അലാ ഇഖ്ലാസി ദീനി വൽ ഇൽമി ഇലൽ മൗത്ത്. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടാകണം, നല്ല നിയ്യത്ത് ഉണ്ടാകണം. അതോടൊപ്പം ചെയ്യുന്നത് പഠിച്ചുകൊണ്ടായിരിക്കണം, ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടായിരിക്കണം, ഇൽമോടുകൂടിയായിരിക്കണം ആ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. നിഷ്കപടമായ പ്രവർത്തനങ്ങളായിരിക്കണം ഉണ്ടാകേണ്ടത്, നിഷ്കളങ്കമായ പ്രവർത്തനങ്ങളായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നതാണ് മൂന്നാമതായി കൊണ്ട് പറഞ്ഞത്. നാലാമത്തത് ഇസ്തഖീമു ഫീ അഫ്ആലിഹിം കമാ ഇസ്തഖാമു ഫീ അഖ്വാലിഹിം. നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തന മേഖലയിലും അതുണ്ടാക്കി തീർക്കണം എന്നാണ്. വെറുതെ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിമാണെന്ന് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ അത് രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ രേഖപ്പെടുത്തിയതും നാം പറഞ്ഞതും നമ്മുടെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ടായിരിക്കണം നാം നമ്മുടെ ഇസ്തിഖാമത്ത് പൂർത്തീകരിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ അഞ്ചാമത്തത് ഇസ്തഖീമു സിർറൻ കമാ ഇസ്തഖാമു ജഹ്റൻ. നിങ്ങൾ പരസ്യമായി കൊണ്ട് എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ നിങ്ങളുടെ രഹസ്യ ജീവിതത്തെയും സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് അവിടെ ഇസ്തിഖാമത്തുണ്ടാക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതായത് രഹസ്യമായി പരസ്യമായി നല്ലവനാണ്, നല്ല മനുഷ്യനാണ്, പക്ഷെ ഉള്ളു തുറന്നു നോക്കുമ്പോ ചീഞ്ചനാണെങ്കിൽ അവനെ കൊണ്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഇസ്തിഖാമത്തുണ്ടാകണമെങ്കിൽ അത് ഉള്ളിലും ഉണ്ടാകണം, പുറമെയും ഉണ്ടാകണം. പുറമെ എങ്ങനെയാണോ അതിനേക്കാൾ മനോഹരമാക്കാനാണ് ഉള്ളിൽ ശ്രമിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മഹാനായ സഹാബി സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് അസ്സഖഫി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു ഉപദേശം ചോദിക്കുന്നു.
ആ ഉപദേശത്തിന്റെ പ്രത്യേകത തന്നെ പ്രവാചകരെ താങ്കൾ മുമ്പ് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോ ഉപദേശം തേടുമ്പോ പ്രവാചകൻ പറയാണ് ഖുൽ ആമൻതു ബില്ലാഹി ഫസ്തഖിം. ആരുടെ പറഞ്ഞെന്നറിയോ? അള്ളാഹുവിൽ വിശ്വസിച്ച സ്വഹാബിയോട്. പ്രവാചകനെ അംഗീകരിച്ച, പ്രവാചകനെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, വഹി നൽകുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ വഹി പഠിപ്പിച്ചു കൊടുക്കുന്നു, ആ പ്രവാചകനിൽ വിശ്വസിച്ച സ്വഹാബി സുഫിയാൻ റളിയല്ലാഹു അൻഹു, ആ റളിയല്ലാഹു അൻഹു എന്ന് നമ്മളിപ്പോൾ പറയുന്ന ആ രൂപത്തിൽ അവർ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയപ്പെട്ട് അവരുടെ ഈമാനിനെ ഉറപ്പിച്ച ആ സ്വഹാബിയോട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഖുൽ ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയൂ. വിശ്വസിക്കാത്തതുകൊണ്ടല്ലോ. സുഫിയാൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടല്ല. എന്നിട്ടും അവിടെ ഉപദേശിച്ചത് നീ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയൂ, സുമ്മസ്തഖിം, എന്നാൽ അതിൽ അടിയുറച്ചു നിൽക്കൂ. വിശ്വസിച്ചു എന്ന് പറയൽ മാത്രമല്ല, അതിൽ അടിയുറച്ചു നിൽക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും നമുക്ക് ഉണ്ടാകണം, കഴിയണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉപദേശിക്കുന്നത്. പണ്ഡിതന്മാർ ഇസ്തിഖാമത്തിന്റെ ഉദാഹരിച്ചത്, ഒരു മനുഷ്യൻ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അതിനെ ഉപമിച്ചത് ഒരു മലയ്ക്ക് തുല്യമായിക്കൊണ്ടാണ്. ഒരു മല, ഒരു പർവ്വതം, ആ പർവ്വതത്തിന് സമാനമാണ് ഇസ്തിഖാമത്തോടുകൂടി ഒരു മനുഷ്യൻ, ഒരു മുഅ്മിൻ ജീവിക്കുക എന്നതാണ്. കാരണം എന്താ? അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ഒരു പർവ്വതത്തിന് കൊടും ചൂട് എന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. ആ കൊടും ചൂട് കൊണ്ട് പർവ്വതം തകർന്നു പോകുന്നില്ല. അതുപോലെ തന്നെ കൊടും തണുപ്പ് വന്നാലും ആ പർവ്വതത്തിന് യാതൊരു നിലക്കുമുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഉണ്ടാകാൻ പോകുന്നില്ല. അത് തണുത്തു വിറച്ച് ഇല്ലാതായി പോകുന്നില്ല. ഇനി ശക്തമായ കാറ്റ് വന്നാലോ ആ കാറ്റ് കൊണ്ടും പർവ്വതം തെറിച്ചു പോകുന്നില്ല, പറന്നു പോകുന്നില്ല. ഇനി പ്രളയം വന്നാലോ ആ പ്രളയം വന്നാലും ആ പ്രളയത്തിൽ അത് നശിക്കുന്നുമില്ല. ഇങ്ങനെ ആ പർവ്വതം ഉറച്ചു നിൽക്കുന്നത് പോലെ ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രയാസത്തിലും, ഏത് പ്രശ്നത്തിലും ആളുകൾ ഒഴുക്കിനൊത്തു നീന്തിയാലും, ആളുകൾ നമുക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞാലും, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണെന്ന് ആരോപിച്ചാലും, എത്ര തന്നെ തീവ്രവാദം കുത്തിവെക്കാൻ ശ്രമിച്ചാലും, സഹോദരന്മാരെ, ഇസ്തിഖാമത്തുള്ളവർ അവർക്കൊരു ചലനവും ഉണ്ടാവുകയില്ല. അവർ ആ ഇസ്തിഖാമത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ് എന്ന് പണ്ഡിതന്മാർ ഒരു മലയെ ഉപമിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല, വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും എടുത്തു നോക്കുമ്പോൾ ഈ ഇസ്തിഖാമത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്ന ആയത്തുകളും ഹദീസുകളും ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തത് ശ്രദ്ധിക്കേണ്ട കാര്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം, ഹൃദയത്തിന്റെ നല്ല അവസ്ഥയുണ്ടാകണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിയണം ശരീരത്തിൽ ഒരു അവയവമുണ്ട്, ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം എങ്ങാനും നന്നായി കഴിഞ്ഞാൽ അവന്റെ ശരീരം മുഴുവൻ നന്നായി. ആ മാംസകഷ്ണം എങ്ങാനും കേടായി കഴിഞ്ഞാൽ അവന്റെ ശരീരം മുഴുവൻ കേടായി. അവന്റെ നാവ് കേടായി, അവന്റെ കണ്ണ് കേടായി, അവന്റെ കേൾവി കേടായി, അവന്റെ നടത്തവും ഇരുത്തവും ചിന്തയുമെല്ലാം കേടായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, അലാ വഹിയൽ ഖൽബ്, അറിയണം അതൊരു ഹൃദയമാകുന്നു. മനുഷ്യന്റെ ഹൃദയം നന്നായാൽ എല്ലാം ഓക്കെയായി. ഹൃദയം മോശമായാലോ അവന്റെ പ്രവൃത്തിയും ചിന്തയും അവന്റെ ആലോചനകളും എല്ലാം മോശമായി മാറിയെന്നാണ്. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് വിശാലമായ ചർച്ചകളാണ് ചെയ്യുന്നത്. അതിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രധാന കേന്ദ്രബിന്ദു എന്നത് ഹൃദയമാണ്. ആ ഹൃദയം മോശമായി കഴിഞ്ഞാൽ ശരീരത്തിന്റെ മറ്റു അവയവങ്ങളും മോശമായി എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ രംഗത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രവും എവിടെയാണ്? ഹൃദയമാണ്. ആ ഹൃദയം നന്നായാൽ വിശ്വാസം നന്നായി, അതിലൂടെ അവന്റെ പ്രവർത്തനങ്ങൾ നന്നായി, അവന്റെ ചിന്തകൾ നന്നായി. അതുകൊണ്ട് നമുക്ക് ഇസ്തിഖാമത്തുണ്ടാകണോ? നമ്മുടെ ഹൃദയം നന്നാകണം. നമുക്ക് ഇസ്തിഖാമത്തുണ്ടാകണോ? നമ്മുടെ ഹൃദയം പരിശുദ്ധമായിരിക്കണം. രണ്ടാമത്തത് അൽ ഇംസാഖുൽ ലിസാൻ അൻ ഖൗദി ഫീ ബാത്തിൽ, ബാത്തിലായ കാര്യങ്ങളിൽ മുഴുകുന്നതിൽ നിന്ന് നമ്മുടെ നാവിനെ പിടിച്ചുവെക്കണം എന്നാണ്, കെട്ടിയിടണമെന്നാണ്. എന്താ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നേരത്തെ പറഞ്ഞ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ചോദിച്ച ഉപദേശത്തിന്റെ ബാക്കി ഭാഗത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വീണ്ടും അദ്ദേഹം ഉപദേശം ചോദിക്കുകയാണ്.
സുഫിയാൻ റളിയല്ലാഹു അൻഹു വീണ്ടും ഉപദേശം ചോദിച്ചു, കൂടുതൽ എന്തെങ്കിലും അധികരിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ കൈകൊണ്ട് നാവിനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇംസക് അലൈക് അംസിക് അലൈക്, നീ നിന്റെ ഇതിനെ പിടിച്ചു വെക്കുക. അംസിക് അലൈക്, നീ പിടിച്ചു വെക്കുക. എന്തിനെ? നാവിനെ പിടിച്ചുകൊണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനെ നീ അടക്കി വെക്കണം എന്നാണ്. ഇതെല്ലാ ശർറിലേക്കും നിന്നെ കൊണ്ടെത്തിക്കും. ഒരു മനുഷ്യനെ അവിശ്വാസത്തിൽ വരെ കൊണ്ടെത്തിക്കാൻ നാവിന് കഴിയും എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് നെഞ്ചിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരല്ലോ, വഖൗലുൻ ബിൽ ലിസാൻ, നമ്മുടെ നാവ് കൊണ്ട് അത് പ്രഖ്യാപിക്കുമ്പോഴും മാത്രമാണ് ഒരു മനുഷ്യൻ മുസ്ലിമായി മാറുകയുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനെ മുസ്ലിമാക്കാനും ഒരു മനുഷ്യനെ കാഫിറാക്കാനും കഴിയുന്നതാണ് നാവ് എന്നുള്ളത്. അതുകൊണ്ട് നാവിനെ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണം എന്നാണ്. അതുകൊണ്ടല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈർ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനാണോ നീ എങ്കിൽ നീ നിന്റെ നാവിനെ സൂക്ഷിച്ചുകൊണ്ട് നല്ലത് പറയുക, അല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കുക എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മാത്രമല്ല, മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉപദേശം ചോദിച്ചപ്പോ അതേ മറുപടിയാണ് പറഞ്ഞത്, അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണം, നന്മയിൽ സംസാരിക്കണം, തിന്മ പറയാൻ പാടില്ല, മോശപ്പെട്ട കാര്യങ്ങളിൽ മുഴുകാൻ പാടില്ല നിന്റെ നാവ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നു. മൂന്നാമത്തെ എന്തെന്നറിയോ? മുസാഹബത്തുൽ സാലിഹീൻ വ മുജാലസത്തുഹും, നന്മയുള്ള ആളുകളുടെ സ്വാലിഹീങ്ങളുടെ കൂടെ കൂടുകയും അവരുടെ കൂടെ ഇരിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്തിഖാമത്തിന് ഉതകുന്ന ഉപകരിക്കുന്ന കാര്യമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനുമായി കൂട്ടുകൂടുന്നതിന്റെ ഉപമ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കഹാമിൽ മിസ്ക്, അതൊരു അത്തർ കച്ചവടക്കാരനെ പോലെയാണ്. എന്നാൽ ഒരു മോശപ്പെട്ടവന്റെ കൂടെ കൂടുമ്പോഴോ അത് ഉലയിലൂതുന്നവന്റെ കൂടെ കൂടുന്നവനെ പോലെയാണ് എന്നാണ്. അത്തർ കച്ചവടക്കാരന്റെ കൂടെ കൂടിയാൽ അവൻ ഒന്നുകിൽ അത്തർ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ അത്തറിൽ നിന്നൊരൽപ്പം മണത്തു നോക്കാൻ കഴിയും. ഇനി തന്നിട്ടില്ലെങ്കിൽ പോലും അവിടെ ആസ്വദിക്കാൻ കഴിയുന്ന ചില ഗന്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ ഉലയിൽ ഊതുന്ന മനുഷ്യന്റെ കൂടെ കൂടിയാലോ ആ ഉലയിൽ നിന്ന് വെള്ള വസ്ത്രമാണെങ്കിൽ അത് കറുത്തുപോകുന്ന, അതിന്റെ പുകയുടെ മണം അടിക്കുന്ന, അത് ഒരു ബാഡ് സ്മെല്ലായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അതിന്റെ പൊടിപടലങ്ങൾ പോലും ശരീരത്തിലും മറ്റും സ്പർശിക്കാനും അത് തങ്ങി നിൽക്കാനും കാരണമാകും. അതുകൊണ്ട് നമ്മൾ കൂട്ടുകൂടുന്നത് മുജാലസത്തു സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂടെ ഇരിക്കുക എന്നതും അവരുടെ കൂടെ സ്വാഹിബായി നമ്മൾ കാണുക എന്നതും പ്രധാനമാണ്. നമുക്കെപ്പോഴും നമ്മുടെ വിശ്വാസികളായ ആളുകളായിരിക്കണം ഉറ്റ മിത്രങ്ങൾ എന്നത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാതെ മറ്റു ഇതര മതസ്ഥരുടെ കൂടെ അധിക സമയങ്ങൾ ചിലവഴിക്കുമ്പോൾ, അധികമായി അവരുമായി ബന്ധപ്പെടുമ്പോൾ, അവരുടെ കൂട്ടുകൂടുമ്പോൾ അതുകൊണ്ടാണല്ലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിന്റെ മതത്തിലായിരിക്കും എന്ന് പറഞ്ഞത് അത്രയും ഗൗരവമുള്ളതുകൊണ്ടാണ്. കാരണം താൻ കൂടുന്ന കൂട്ടുകാരന്റെ ചിന്തയായിരിക്കും പിന്നീട് ഇവനെ സ്വാധീനിക്കുക, അവന്റെ ആദർശമായിരിക്കും പിന്നീട് ഇവനെ സ്വാധീനിക്കുക. അത് എത്ര നമ്മൾ നിഷേധിച്ചാലും ശരി, ചില സ്വാധീനങ്ങൾ എന്തുകൊണ്ടായിക്കൂടാ, എന്തുകൊണ്ട് നമ്മളത് ചെയ്തുകൂടാ എന്ന ചിന്തയെങ്കിലും മനുഷ്യന്റെ മനസ്സ് മാറിമറിയുന്ന മനസ്സിലേക്ക് കടന്നു വരുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതോടൊപ്പം നാലാമത് ശ്രദ്ധിക്കേണ്ടത് ലുസൂമു അൽ-ഇത്തിബാ വ തർക്കിൽ ഇബ്തിദാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക എന്നത് അനിവാര്യമാണ്. അതുപോലെ തന്നെ അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കുക എന്നതും പുത്തൻ ആചാരങ്ങളെ ഒഴിവാക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിക്കൊണ്ട് ഈ ഇസ്തിഖാമത്ത് നിലനിർത്താനുള്ള സഹായമായിക്കൊണ്ട് പ്രവാചകന്മാരും പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഏതാ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റണം. അപ്പൊ ആ പിൻപറ്റുക എന്നത് അനിവാര്യമായ കാര്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ,
നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നത വന്നാൽ, ഒരു ബിദ്അത്തായ ഒരു പുത്തനാശയം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു എന്ന് വിചാരിക്കുക. ഇനിയിപ്പോ റബീഉൽ അവ്വലാണ് വരാനിരിക്കുന്നത്. ആ റബീഉൽ അവ്വൽ പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്തുകൾ ആഘോഷിക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ ആ വിഷയത്തെ ഒന്ന് എടുക്കാം, എന്നിട്ട് ഇത് ഖുർആനിലോ സുന്നത്തിലോ ഉണ്ടോ എന്ന് നോക്കാം. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നത വന്നു കഴിഞ്ഞാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, പ്രവാചകൻ പഠിപ്പിച്ചത്, അതിൽ ഒതുങ്ങി നിൽക്കാനും അല്ലാത്ത ആളുകൾ, പിൽക്കാല ആളുകൾ പുത്തനാശയമായി കൊണ്ടുവന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇനിയും ധാരാളമായി സമാനമായ ആയത്തുകൾ കാണാൻ സാധിക്കും. അഞ്ചാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇസ്തിഖാമത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ത്വലബുൽ ഇൽമി ശർഈ, മതപരമായ അറിവ് അന്വേഷിക്കുക എന്നത്. ഏതുവരെ? ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി മതപര പഠനം നിർത്തുക എന്നതല്ല, മരണം വരെ ആ ദീനിനെ പഠിക്കാൻ, ആ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ആ കാര്യങ്ങളെ പഠിക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ മരണം വരെ പേനയും പേപ്പറുമായി കഴിഞ്ഞു എന്നാണ് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇസ്തിഖാമത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അറിവ് അന്വേഷിക്കുക എന്നതാണ്. കാരണം ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് അറിവുള്ളവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്തിഖാമത്തിന് പ്രധാനപ്പെട്ട നമ്മെ സഹായിക്കുന്ന 5 കാര്യങ്ങളാണ് ഞാൻ ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ കേൾക്കുന്നതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم وصاني بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അത്തരത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാൻ, ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കാൻ, മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മുൻഗാമികൾ ഏറെ ഭയപ്പെട്ടിരുന്ന കാര്യമാണ് മരണം വരെ ഇസ്തിഖാമത്തോടുകൂടി നിൽക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ച കാര്യമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ദീനിന്റെ വിഷയത്തിൽ. സമ്പത്ത്, മക്കളുടെ വിഷയം, കുടുംബത്തിന്റെ വിഷയം, ബിസിനസിന്റെ കാര്യങ്ങൾ, ഇതായിരുന്നില്ല അവരുടെ ഏറ്റവും വലിയ ഹമ്മ്. എന്നാൽ അവരെ വേദനിപ്പിച്ചതും അവരെ ഉറക്കം കെടുത്തിയതും അവരുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് ചരിത്രം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നുവെച്ചാൽ കുടുംബം വേണ്ട എന്നോ, മക്കളെ നോക്കണ്ട എന്നോ, സമ്പത്ത് സമ്പാദിക്കണ്ട എന്നോ ഒന്നും അതിലർത്ഥമില്ല. അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ നമ്മുടെ പരലോകമായിരിക്കണം നമുക്ക് മുഖ്യം എന്നതാണ് ഏറ്റവും പ്രധാനം. മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ അധ്വാനങ്ങളും എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിക്കൊണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂൽ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ആരാന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകൻ. ആ അന്ത്യപ്രവാചകൻ എന്ന് മാത്രമല്ല, സൃഷ്ടികളിൽ വെച്ച്, മനുഷ്യരിലും മലക്കുകളിലും സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മഹോന്നതനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ദീന് പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ദുർബലന്മാരായ നമ്മുടെ അവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിൽ ഫിത്നകൾ വ്യാപിക്കുമെന്ന് പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു അവസ്ഥകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട,
നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായി മാറേണ്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ ത്വാഅതിക്. അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രവാചകൻ വീണ്ടും പ്രാർത്ഥിച്ചതാണ് റബ്ബേ, മനസ്സ് തെറ്റിപ്പോകുമ്പോൾ ആ മനസ്സിനെ നിന്നെ അനുസരിക്കുന്ന വിഷയത്തിൽ എന്റെ മനസ്സിനെ തിരിച്ചുവിടണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കൽ ആ പ്രവാചകൻ പ്രാർത്ഥിച്ചതിനേക്കാളും അനിവാര്യമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാർത്ഥനയെ അധികരിപ്പിക്കാനും നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ പ്രവേശിക്കാൻ ഉതകുന്ന സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിടം പ്രകാശം നൽകി വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവരെയും നമ്മളെയും ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന, ആരോഗ്യത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല ആളുകളുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹു അവർക്കെല്ലാം അവരുടെ സാമ്പത്തിക പ്രതിസന്ധികളെ നീക്കി എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.